ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങളെ ഹാർദമായി ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ദൈവവചനത്തിൽ പണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, എല്ലാ സഹോദരി സഹോദരങ്ങളെയും, എല്ലാ ദൈവപുരുഷന്മാരെയും ഈ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം അർപ്പിക്കുന്നു. നമുക്ക് കുറച്ചു സമയം തിരുവചനത്തിലോട്ട് കടന്നു വരാം. ഇതിനകത്തുള്ള ന്യൂനതകളെ പരിഹരിക്കാം, ചേർക്കേണ്ടത് ചേർക്കാം, കളയേണ്ടത് കളയാം. കുറച്ചും കൂടെ ഈ ഒരു വിശുദ്ധിയിലോട്ട് നമുക്ക് കയറുവാൻ ഈ സന്ദേശം ഉതകും എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ്. ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗമാണ്. ഞാൻ ചെറിയ ഭാഗങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ നിജപുത്രനായിരിക്കുന്ന തീമോഥെയോസിനെ ഒരു ഭാഗത്തേക്ക് അയക്കുമ്പോൾ തനിക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ, അല്ലെങ്കിൽ തനിക്ക് കൊടുക്കുന്ന വാർണിംഗ്, അല്ലെങ്കിൽ തനിക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശമാണ് നമ്മളിവിടെ വായിക്കുവാൻ ഇടയാകുന്നത്. നമുക്കത് 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 2 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നറിയുക. ആരോടാ പറയുന്നത്? പൗലൂസ് തൻ്റെ നിജപുത്രനായ തീമോഥെയോസിനോട് പറയുകയാണ്, മോനെ, അന്ത്യകാലം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് മുമ്പ് എന്ന് വെച്ചാൽ ആത്മീയമായി ഇരുണ്ട് വരുന്നൊരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതാണ് അന്ത്യനാള് എന്ന് അവിടെ വിശദീകരിക്കുന്നത്. മനുഷ്യൻ സ്വസ്നേഹികളും അതുപോലെ ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ച് കളയുന്നവരായി ഇങ്ങനെ ഉള്ളവരെ വിട്ട് ഒഴിയുക. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം എഴുതുമ്പോൾ ശരി, ഇത് ആരോടാ എഴുതുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് അന്നത്തെ ആത്മീയ ലോകത്തെ നോക്കി തന്നെയാണ് പൗലോസ് വിരൽ ചൂണ്ടി തീമോഥെയോസിന് മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആത്മീയരുടെ ഇടയിൽ ഇത്യാദി കാര്യാദികൾ ഉള്ളവരുണ്ടാകും. എപ്പോഴാണ്? കർത്താവിൻ്റെ വരവിന് അടുത്ത് വരുമ്പോൾ. എന്ന് വെച്ചാൽ അന്ത്യനാളിലോട്ട് വിശുദ്ധന്മാരെ ചേർക്കാനുള്ള സമയമാകുമ്പോൾ ദൈവസഭകൾക്കകത്ത് ആത്മീയ ലോകത്ത് വിശുദ്ധന്മാരുടെ ഇടയിൽ ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാകും. പക്ഷേ തീമോഥെയോസേ, നീ അവരെ വിട്ടൊഴിയുക. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഈ സന്ദേശം തീമോഥെയോസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ഇതെഴുതുന്നത്, മറിച്ച് നമ്മെ നോക്കി നമ്മെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ലേഖനം നമ്മളോട് ഇന്ന് സംസാരിക്കുക. ചിലരെ വിട്ടൊഴിയണം, ചിലതിനെ ചേർത്തണയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലതിനെ നമുക്ക് ചേർത്തണയ്ക്കാൻ പറ്റാത്തത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തീമോഥെയോസിനോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം, മക്കളെ, നീ എന്തിനാ ഇവരെയൊക്കെ വിട്ടൊഴിഞ്ഞോളാം. കാരണം ഇവിടെ അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവരും ആയിരിക്കും. അവർ ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി നിഷേധിച്ച് കളയുന്നവരായ അവരെ നിങ്ങൾ വിട്ടുപോകും. ഞാൻ വേറൊരു വേർഷനാണ് ആ ഭാഗത്ത് വായിച്ചത്. എന്നാൽ നമ്മുടെ ബൈബിളുകളിൽ എഴുതിയിരിക്കുന്നത് ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി
ത്യജിച്ച് കളയുന്നവരാകും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. സ്തോത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഭക്തിക്കകത്ത് ഒരു ശക്തിയുണ്ട്. എൻ്റെ വിഷയം അതാണ്. ഭക്തിയുടെ അകത്ത് ഒരു ശക്തിയുണ്ട്. എന്നുവെച്ചാൽ ഒരു മരത്തിൽ എന്തിനാ ഒരു മരം നടുന്നത്? ഫലത്തിന്. ഒരു പശുവിനെ വളർത്തുന്നതിന് പാലിന്, ഒരു കോഴിയെ വളർത്തുന്നതിന് മുട്ടയ്ക്കാണ്. ഇതുപോലെ ഭക്തിക്കകത്ത് ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശക്തി മാറിപ്പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അഹങ്കാരികളും ധാർഷ്ട്യക്കാരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരുമായ ഏകദേശം 10, 18, 20ഓളം കാര്യങ്ങൾ നമ്മുടെ അകത്ത് വരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് നടുന്ന മരം 2 ഇല കാണുവാനല്ല, അതിന് ഫലത്തിന് വേണ്ടിയാണ്. ദൈവം ഈ തലമുറയിൽ നമ്മെ ഒരു ഭക്തരാക്കുന്നത് വെറും ഭക്തരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, ആ ഭക്തിക്കകത്തുള്ള ശക്തി വെളിപ്പെടണം. ചത്ത സിംഹത്തെ ആർക്കും പേടിയില്ല, ജീവിച്ചിരിക്കുന്ന സിംഹത്തെ എല്ലാവർക്കും പേടിയാ. കാരണം അതിനൊരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭക്തിയുടെ വേഷം, ആമേൻ, അതിന് യേശുക്രിസ്തു ഭയങ്കരമായ രീതിയിൽ അവിടെ പറയുന്നു. നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണ് എങ്കിൽ തന്നെയും ഞാനൊന്ന് 1-2 അതിന് വചനങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞ വാക്കാണ്, ജീസസ് പറഞ്ഞൊരു വാക്കാണ്. നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. എന്താ യേശു തമാശയാണോ പറഞ്ഞത്? തമാശയൊന്നും അല്ല പറഞ്ഞത്. യേശു വ്യക്തമായ രീതിയിൽ തൊട്ട് പറയേണ്ടതുപോലെ തൊട്ട് പറയുകയാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായം 27-ാം വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ഒരു പരിഹാസ സ്വരത്തിലൊന്നുമല്ല പറഞ്ഞത്, മികച്ച രീതിയിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ജനത്തിന് ബോധം വരുന്ന രീതിയിൽ തന്നെയാണ് യേശു അവിടെ പറയുന്നത്. നിങ്ങളോ ശാസ്ത്രിമാരും പരീശന്മാരും കപടന്മാരെ, നിങ്ങളെ വെള്ള തേച്ച ശവക്കല്ലറുകളെ പോലെയാണ്. പുറത്ത് മനോഹരമായി കാണുന്നുവെങ്കിലും അകത്ത് മരിച്ചവരുടെ അസ്ഥികളാൽ നിറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം, നിങ്ങൾ പുറമേ നോക്കുമ്പോൾ ഭയങ്കര മിനുക്കിയും നിങ്ങൾ ഭയങ്കര ഭക്തരെന്ന് നടിക്കുകയാണ്. ഇതാരോടാ പറയുന്നത്? കപടഭക്തിക്കാരായ പരീശന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ ഇവരോട് പറയുകയാണ്. യേശുവിന്റെ കണ്ണുകൾ നോക്കുമ്പോൾ ജനം പറയുന്നു ഇവർ ഭക്തന്മാരെന്നു. യേശു പറഞ്ഞു നിങ്ങൾ ഭക്തന്മാരല്ല, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. നിങ്ങൾ പുറമേ ഒരു ഭക്തിയുടെ വേഷം ധരിക്കുകയാണ്. അതാണ് തീമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. ശരിക്കും പറഞ്ഞ ഭക്തിക്കകത്തൊരു ശക്തിയുണ്ട്. ആ ഭക്തിക്കകത്തുള്ള ശക്തി വന്നാൽ ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനും ആ ഭക്തനെ തൊടാൻ കഴിയില്ല. യോബ് ഒരു ഭക്തനായിരുന്നില്ലേ? ഭക്തന് നേരെ വന്ന പ്രതിസന്ധി എന്തൊക്കെയായിരുന്നു? സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, സ്വന്തം ഭാര്യ പോലും തള്ളിക്കളഞ്ഞു, സ്നേഹിതർ പോലും ആശ്വസിപ്പിക്കാതെ കുറ്റം പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ചു. പക്ഷേ ഭക്തൻ തകർന്നു പോകത്തില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഭക്തിയുടെ ഒരു ചട്ടക്കൂടല്ല, ഭക്തിയുടെ വേഷം മാത്രമല്ല ജോബിന് ഉണ്ടായിരുന്നത്, അതിന് അകത്ത് ഭക്തിയുടെ ഒരു ശക്തി ഉണ്ടായിരുന്നു. ഭക്തിയുടെ ശക്തി ഉണ്ടായിരുന്ന ജോബിന് പിശാചിന് പോലും അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ, സ്തോത്രം. പ്രിയ ദൈവഭക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരെ, നമ്മൾ ശരിക്കും ഭക്തിയുടെ വേഷമാണോ അതോ അതിനകത്ത് ശക്തിയുണ്ടോ എന്ന് ഇന്ന് നമ്മളൊന്ന് ഈ സന്ദേശത്തിൽ കൂടെ വിചിന്തനം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആരോടോ ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നോളെ
അടുത്ത വാക്ക് നമ്മൾ പരീക്ഷണ ശാസ്ത്രന്മാരോട് പറയും, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. അവരുടെ ശവക്കല്ലറകളൊക്കെ നോക്കിയാൽ വെള്ള തേച്ച് മനോഹരമായിരിക്കും. കർത്താവ് പറഞ്ഞോടെ മക്കളെ, അത് അഴിച്ചു നോക്ക്, അതെങ്കിലും പൊളിച്ചു നോക്ക്. അതിനകത്ത് എന്ത് ചെയ്യുന്നു? മരിച്ചവിടെ അസ്ഥികൾ നിറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ദുർഗന്ധം നേരിട്ടതാണ്. അതിനകത്ത് നാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങളൊന്ന് നോക്കണം. 29 അധ്യായം 13 വാക്യം. ഈ ജനം അധരത്താൽ എന്നെ ബഹുമാനിക്കുന്നു. എന്ന് വെച്ചാൽ സ്തോത്രം, ഹല്ലേലൂയയും ആരാധനയും അന്യഭാഷ എല്ലാം ഉണ്ട്. പക്ഷേ അടുത്ത് പറയാം, അവിടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭക്തിയുടെ വേഷമാണ്, പക്ഷെ ഹൃദയം എവിടെയാണ്? ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അകത്ത് ശക്തിയില്ല. ഭക്തിക്കൊരു ശക്തി വേണമല്ലോ, പക്ഷെ ഇല്ല. അത് ഈ തലമുറയുടെ എന്ന് വെച്ചാൽ അന്ത്യകാല ലക്ഷണത്തിലെ ഒരു ലക്ഷണമാണ് ഭക്തി കാണിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. ഇനി അടുത്ത് നോക്കണം, മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-16. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക, അവർ ആട്ടിൻ മേലങ്കി ധരിച്ചവരായി നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകത്ത് കൊതിയുള്ള നായാട്ടു പുലികളാണ്. ഞാൻ വേറൊരു വേർഷനാണ് ഞാനിവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആടെന്നാ തോന്നുന്നത്, പക്ഷെ അകത്തെന്താണ്? ചെന്നായ, നായ, കടിച്ച് കീറാൻ നിൽക്കുന്ന നായ. പ്രൈസ് ദി ലോർഡ്. പുറമേ നോക്കുമ്പോൾ ആട്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇങ്ങനെയാണ്. നോക്കണം, ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 39-40 വരെ വായിക്കും. നിങ്ങൾ പാത്രത്തിന്റെയും തളികയുടെയും പുറം വൃത്തിയാക്കുന്നു, എന്നാൽ അകത്ത് കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്ലാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യണം. നമ്മളും പലപ്പോഴും ജീസസ് പറഞ്ഞതുപോലെ അല്ലേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ പുറം കൊണ്ട് നമ്മൾ ആരാധിക്കുന്നു, പുറം കൊണ്ട് നമ്മൾ പാടുന്നു, പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. നമ്മൾ ഈ പാത്രങ്ങൾ, കിണ്ടിക്കിണ്ണങ്ങൾ വെടിപ്പാക്കുന്നു, അകം ക്ലാവ് പിടിച്ചല്ലേ ഇരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. പുറമെ ഭക്തരാ, ശവക്കല്ലറ വെള്ള പൂശിയതുപോലെ അകത്ത് ചത്തവരുടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മുടെ തീമോഥെയോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ. ഹല്ലേലൂയ. അത് ജീസസ് പറഞ്ഞതും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ, നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം. എൻ്റെ ലൈഫ് അങ്ങനെയാണോ? എൻ്റെ ജീവിതം അങ്ങനെയാണോ? നമ്മൾ ഇത് അന്ത്യകാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണമാണ്. ഇനി നോക്കണം, ഈ ശക്തി വിട്ടുപോയി കഴിഞ്ഞാൽ, ഭക്തിക്കകത്ത് ഒരു ശക്തിയുണ്ട്, അത് മനസ്സിലായല്ലോ. ആ ഭക്തനായ ജോബ് അല്ലേ, ഭക്തനായ ജോബ്, അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ എന്തെല്ലാം പ്രതികൂലം. പുള്ളി പറഞ്ഞു, ഈ ശരീരം ദ്രവിച്ചു പോയാൽ ഞാൻ എൻ്റെ ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. അതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത്. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെയടി നീ സംസാരിക്കുന്നത്. ഭാര്യയോട് ചോദിക്കുക. മക്കളുടെ 10 ഡെഡ് ബോഡികൾ കിടക്കുകയാണ്. പുള്ളി പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭക്തിയുടെ ശക്തി ഇതാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരുമ്പോൾ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറുന്നതല്ല ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. എത്ര പ്രതികൂലമായിരുന്നാലും, എത്ര വേദനയായിരുന്നാലും, ഭക്തനാണോ അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിക്കും. ജോബിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നോ? കണ്ടോ, അത് വിട്ടുകളാ. എന്നിട്ട് നീ ആത്മഹത്യ, ഇനി നീ ജീവിച്ചിട്ട് കാര്യമില്ല. ഒരു ഭക്തന്റെ നേരെ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ കടന്നു വരും, പക്ഷേ ഭക്തനെ ഒതുക്കുവാൻ അസ്ത്രങ്ങൾക്ക് കഴിയുകയില്ല. പിശാചിന്റെ തീയമ്പുകൾ 4 ദിക്കുകളിലായി കടന്നു വരും,
പക്ഷേ ഒരു ദൈവഭക്തനെ ഒതുക്കുവാൻ കഴിയില്ല. കാരണം ഭക്തി മാത്രമല്ല അവനുള്ളത്, ഭക്തിക്കകത്തുള്ള ശക്തി അവൻ്റെ അകത്തുണ്ട്. ആമേൻ. അങ്ങനെയുള്ള ദൈവപുരുഷന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു ചെറിയ വിഷയം വരുമ്പോൾ പലരും ഭക്തിയെ പുറമേ കാണിച്ചിട്ട് അതിൻ്റെ ശക്തി ത്യജിച്ച് കളയുന്നവരുണ്ട്. ത്യജിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ ശക്തി നമ്മെ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിനകത്ത് വരുന്ന സാധനങ്ങളാണ് ഏകദേശം 10, 19ഓളം 20ഓളം സാധനങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാം വാക്യം, മനുഷ്യൻ സ്വസ്നേഹികൾ എന്ന് വെച്ചാൽ എൻ്റെ കാര്യം എനിക്ക് സിന്താബ, സ്വന്തം കാര്യം സിന്താബ, ഭാര്യ, മക്കള്, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, സ്വന്തം സുഖം, എന്തിനും സ്വന്തം. ശരീരം വേദനിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ച ഉടൻ കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി. എല്ലാം സ്വസ്നേഹികളുടെ എന്നുവെച്ചാൽ സ്വന്തമായ കാര്യം നടക്കുക, അത് മാത്രമേ ഉള്ളൂ. അടുത്തുള്ളവൻ മരിച്ചാൽ എന്ത്, അടുത്തുള്ളവൻ നന്നായാൽ എന്ത്, നശിച്ചാൽ എന്ത്, ഒരുത്തൻ രക്ഷിക്കപ്പെട്ടാൽ എന്ത്, രക്ഷിക്കപ്പെടാതെ മരിച്ചാൽ എന്ത്, നമുക്കൊരു വിഷയമില്ല. എന്നാൽ പുള്ളി ഭക്തിയുടെ വേഷമുണ്ട്. സ്തോത്രത്തിന് കുറവില്ല, ഹല്ലേലൂയയ്ക്ക് കുറവില്ല, അന്യഭാഷയ്ക്ക് കുറവില്ല, പ്രവചനങ്ങൾക്ക് കുറവില്ല. പക്ഷേ ശക്തിയില്ല. ശക്തിയില്ലാത്തവൻ്റെ ജീവിതത്തിൽ സ്വസ്നേഹിയായിരിക്കും. എല്ലാം എനിക്ക്, ഞാനും എൻ്റെ ഭാര്യയും, എല്ലാം എനിക്ക്, എല്ലാം വരട്ടെ, എനിക്ക് വരട്ടെ. സ്തോത്രം. വേറൊരുത്തൻ്റെ വേദനയിൽ അനുകമ്പയില്ല, ഒരുത്തനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ശക്തി ത്യജിക്കപ്പെടുന്നവരാണെങ്കിൽ സ്വസ്നേഹികളായിരിക്കും. 2, ദ്രവ്യാഗ്രഹികൾ. വിശുദ്ധ വേദോത്സവം പറയുന്നു, ദ്രവ്യാഗ്രഹി ദൈവരാജ്യം അവകാശമാക്കില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണം. ആമേൻ. സ്തോത്രം. അപ്പോൾ ഞാനൊരു ആത്മീയനാണ്, ഞാനൊരു വിശുദ്ധനാണ്, ഞാൻ പള്ളിയിലൊക്കെ പോകുന്നു, ഞാൻ ബൈബിൾ വായിക്കുന്നു. പക്ഷേ പണത്തെക്കാൾ, അല്ലെങ്കിൽ ആത്മീയതയേക്കാൾ, വിശുദ്ധിയേക്കാൾ, ദൈവത്തെക്കാൾ പണമാണ് എൻ്റെ വിഷയമെങ്കിൽ, അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, ഞായറാഴ്ചയും നമ്മിൽ പലരും ആരാധന ഒഴിവാക്കി നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തിനാ? പണം ഉണ്ടാക്കാൻ. ആരാധനയേക്കാൾ നിങ്ങൾ പണത്തിന് സ്ഥാനം കൊടുത്താൽ ആരാധന വലിയ വിഷയമല്ല. നമ്മുടെ സഭകളിൽ എത്രയെല്ലാം ആരാധനകൾ നടക്കുന്നു, എത്രയെല്ലാം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. നമ്മൾ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം പോലും നമ്മൾ മാറ്റിവെക്കത്തില്ലല്ലോ. കാരണം എന്താ? ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ 1000 രൂപ നഷ്ടപ്പെടും, 1500 നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആരാധനയെ മാറ്റി. ഇതിൻ്റെ പേര് ദ്രവ്യാഗ്രഹമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച ആരാധന മുടക്കുന്ന ഭക്തന്മാരോട് ഞാൻ പറയുന്നു, ആരാധന മുടക്കി ജോലിക്ക് പോകുന്ന ഭക്തന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഭക്തി വ്യർത്ഥമാണ്. നിങ്ങൾ ശക്തിയെ ത്യജിച്ച ഭക്തന്മാരാണ്. നിങ്ങൾക്ക് വരുന്ന പ്രതികൂലത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോകാൻ സാധ്യതയുണ്ട്. 3-ാമത്തെ കാര്യം, വമ്പ് പറയുന്നത് എന്ന് വെച്ചാൽ പൊങ്ങച്ചം. ഇന്ന് ആത്മീയ ലോകത്ത് മൊത്തം ഇത് മാത്രമല്ല, പൊങ്ങച്ചം പറിച്ച് പാസ്റ്റർമാരുടെ ഇടയിൽ, അമ്മാമ്മമാരുടെ ഇടയിൽ, ആൻറ്റിമാരുടെ ഇടയിൽ, അച്ചായന്മാരുടെ ഇടയിൽ, കൊച്ചു പിള്ളേരെ പോലും ഇന്ന് വമ്പ് പറയുന്നവരായിത്തീർന്നു. ഒന്നുമില്ലെങ്കിലും ഭയങ്കര പൊങ്ങച്ചം പറയുന്നവർ. അത് ഈ തലമുറയുടെ ശക്തി പോയപ്പോൾ കയറിയ സാധനമാണ്. വമ്പ് പറയുന്നു. അഹങ്കാരികൾ. അടുത്ത് ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ. ദൈവം എന്തൊക്കെ നന്മ ചെയ്താലും ഒരു താങ്ക്സ് പറയാൻ നമ്മൾ തയ്യാറല്ല. ദൈവം എന്തൊക്കെ നന്മ ചെയ്താലും നോക്കണം, രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവം നടത്തിയതിന് വൈകിട്ട് ഒരു സ്തോത്രം പോലും പറയാതെ കിടന്നുറങ്ങുന്നവരിലേ നമ്മളൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവത്തിൻ്റെ നന്ദി പറയണം കേട്ടോ. ഓരോ നിമിഷവും നടത്തുന്ന
വിധങ്ങൾക്ക് നന്ദി പറയണം. മുകളിലോട്ട് പോകുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ അവന്റെ പേര് മനുഷ്യനെന്നല്ല, ജഡമെന്നാണ്. നിങ്ങൾക്കറിയാമോ, കൈകളെ ഒന്ന് മലർത്തണമെങ്കിൽ അത് ദൈവത്തിന്റെ സഹായമാണ്. കണ്ണുകൾ മുകളിലോട്ട് ഉയർത്തിയ പീലി താഴോട്ട് വരണമെങ്കിൽ അത് ദൈവത്തിന്റെ സഹായമാണ്. എത്രയോ മക്കളെ ഒരേ കിടക്കയിൽ വർഷങ്ങളായി കിടന്നപ്പോൾ, ആന്റി, അങ്കിളെ, യൗവനക്കാര, ദൈവദാസനെ, എന്നെ നിങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിനു മുമ്പിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നന്ദി കെട്ടവർ, വാത്സല്യമില്ലാത്തവർ, അശുദ്ധന്മാർ, ഇതെല്ലാം ആത്മീയ ലോകത്തുള്ള കാര്യമാണ്. കാരണം എന്താ? അവർ ഭക്തന്മാരാണ്. പക്ഷെ ശക്തി അവർ ത്യജിച്ചപ്പോൾ, ശക്തിയെ കളഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? ഇതകത്ത് കയറി. ഇണങ്ങാത്തവർ, ഇണങ്ങുകയില്ല, ആരോടും ഇണങ്ങില്ല. സഭയിലെ വിശ്വാസികളോട് ഇണങ്ങില്ല, പാസ്റ്ററോട് ഇണങ്ങില്ല, അച്ഛന്മാരോട് ഇണങ്ങില്ല, കുടുംബക്കാരോട് ഇണങ്ങില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഒരു സെന്ററിൽ 50 പാസ്റ്റർമാർ, അവരോ തമ്മിൽ ഇണങ്ങില്ല, നാട്ടുകാരോട്ട് ഇണങ്ങില്ല. ഈ തലമുറ അന്ത്യകാലഘട്ടത്തിൽ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന കാര്യമാണ് പൗലൂസ് അപ്പോസ്തലൻ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഏഷണിക്കാർ, ഇത് നമ്മുടെ ആത്മീയ ലോകത്ത് നിറഞ്ഞു വരികയാണ്. പണ്ട് സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നു, ഇന്ന് പുരുഷന്മാർ ആ സ്ഥാനം ഏറ്റെടുത്തു. ഏറ്റവും കൂടുതൽ ദൈവദാസന്മാർ. വേണമെങ്കിൽ ഈ ഇലക്ഷൻ ടൈം ആകുമ്പോൾ നിങ്ങൾ ഓരോ നോട്ടീസിൽ കാണണം, പരസ്പരം ഏഷണി എഴുതി വെക്കുന്നു. ഏഷണികൾ ഫോണിൽ കൂടെ പറയുന്നു, ദൈവദാസനെ, ശക്തി പോയതുകൊണ്ട് ഇപ്പോഴും ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ശക്തിയില്ല. നിങ്ങളെ പിശാച് കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ്. ഇത് തിരിച്ചറിയണം. ഏഷണിയൊക്കെ അങ്ങ് നിർത്തിക്കൊള്ളാം. അമ്മാമ്മമാരെ, ഏഷണി നിർത്തിക്കൊള്ളാം. പാസ്റ്റർമാരെ കുറിച്ച് ഏഷണി പറയുന്നവർ, വിശ്വാസികളെ കുറിച്ച് ഏഷണി പറയുന്നവർ, സഭയിൽ വരുന്നവരെ കുറിച്ച് ഏഷണി പറയുന്നവർ നിത്യത കാണത്തില്ല, നിത്യത പോകാൻ പറ്റത്തില്ല. കാരണം ഭക്തി മാത്രമേ ഉള്ളൂ, ശക്തി അതിനകത്തില്ല. ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറന്നു പോകാൻ കഴിയുകയുള്ളൂ. ആമേൻ, സ്തോത്രം. ഇനി അജീന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, അടുത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ച് കളയുന്നവരായിരിക്കും. ഇങ്ങനെ ഉള്ളവരെ നീ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. ഞങ്ങൾ കുറേ വീഡിയോയിൽ പറയുന്ന കാര്യത, ഇങ്ങനെയുള്ള സഭകളെ വിട്ടൊഴിയണം. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അത് സഭ മാറ്റുന്നതല്ല, ഒരു സഭയെ പൊളിക്കുന്നതല്ല. ഇങ്ങനെ ഉള്ളവരുടെ ഇടയിൽ നിങ്ങൾ ആരാധിച്ചാൽ അവരിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഭക്തി മാത്രമേ ഉള്ളൂ, ചടങ്ങ് മാത്രമേ ഉള്ളൂ. ആ ഭക്തിയൊക്കെ കാണണം കേട്ടോ. ആ കൈകൂപ്പിയൊക്കെ നിന്ന് ചിലരൊക്കെ നെഞ്ചിൽ പൊടിച്ചെന്ന് അങ്ങ് ആ സ്വർഗത്തിലൊക്കെ നോക്കുന്ന ആ രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചിലരുടെ കണ്ണിൽ നിന്ന് ചുമ്മാ കണ്ണീരൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, അയ്യോ, ഒരു രക്ഷയില്ല. ഭക്തിക്ക് 100% ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും, ആ വ്യക്തി ഭക്തനെന്ന് മനുഷ്യൻ പറയും. പക്ഷെ കർത്താവ് പറയുന്നു, ഇത് വെള്ള തേച്ച ശവക്കല്ലറയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ശക്തിയില്ല. ശക്തിയില്ലാത്ത ഭക്തി അത് വ്യർത്ഥമാണ്. അവരെ വിട്ട് ഒഴിയണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആത്മീയ ലോകത്തുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ അകവും പുറവും ഒരുപോലെ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഭക്തി നടിക്കരുത്. ഒരു ഈ സ്തോത്രമൊക്കെ പറയുന്ന കേട്ടോ, ഭയങ്കര ഭക്തന്മാരെന്നാ. അതാണ് അങ്ങോട്ട് തിരിയണം. ചിലരുടെയൊക്കെ പ്രൈസ് ദി ലോർഡ് കൈയൊക്കെ തരും. നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ ആ വ്യക്തികൾ നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറയും. അത് ഭക്തിയുടെ വേഷമാണ്. ഭക്തിയുടെ വേഷമാണ്. കാണുമ്പോൾ, അയ്യോ ബ്രദറെ, സിസ്റ്ററെ, സഹോദര, താങ്കളെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ചിന്തിച്ചേ ഉള്ളൂ. അങ്ങോട്ട് തിരിയുമ്പോൾ കൂടെ നിൽക്കുന്നവനോട് എന്തെല്ലാം പറയും. അങ്ങോട്ട് നിൽക്കുമ്പോൾ അവൻ്റെ തലമുറയെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ ഏഷണി പറയും. ഇതെല്ലാം ഭക്തിയുടെ വേഷം ധരിക്കുന്നത് കൊണ്ടാണ്. ഭക്തിയുടെ വേഷം ധരിക്കുകയല്ല, ഭക്തിക്കകത്തുള്ള ഒരു ശക്തിയുണ്ട്.
ആ ശക്തിയുള്ള ഭക്തന് മാത്രമേ നിത്യത പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കണം, വിട്ടൊഴിയുക. അവരോട് ഒരു താക്കീത്, നീ അവനെ വിട്ടൊഴിയണം. അതിപ്പോഴും പാസ്റ്ററല്ല, വിശ്വാസിയല്ല, അപ്പനല്ല, അമ്മയല്ല എന്ന് വെച്ചാൽ വീട് വിട്ടൊഴിയണമെന്നല്ല പറയുന്നത്. അവിടെ വിശ്വാസ മണ്ഡലത്തിൽ നിന്നും വിട്ടുമാറണം. ഹല്ലേലൂയ. അവർ വീടുകളിൽ നൂണ് കിടക്കുന്നു എന്ന് വെച്ചാൽ രഹസ്യമായി വീടുകളിൽ കയറി പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീരരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാണ്. ഇവർക്കൊരു കുഴപ്പമുണ്ട്. ആർക്കാ? ഭക്തിയുടെ വേഷം ധരിക്കുന്ന ശക്തി ത്യജിച്ചവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം രഹസ്യമായി വീടുകളിൽ നൂണ് കയറും. എന്ന് വെച്ചാൽ നുഴഞ്ഞു കയറും. എന്ന് വെച്ചാൽ ആരും അറിയാതെ രംഗത്ത് കയറും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ വാക്കുകൾ നൂണ് കയറും. അതുകൊണ്ട് ആ പൗലൂസിനോട് പറഞ്ഞ, മക്കളെ, നീ ഇവരുടെ കൂട്ടത്തിൽ നിന്നാൽ നിന്റെ ഹൃദയം അവർ വശീകരിക്കും. പൗലൂസ് ഇങ്ങനെ പറഞ്ഞു, ഹവ്വയെ പാമ്പ് ഉപായത്താൽ ചതിച്ചതുപോലെ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭക്തിയുടെ വേഷമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ വാക്കുകളുടെ മുമ്പിൽ മറ്റുള്ളവർ വീണു പോകും. അവർ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ വശീകരിക്കും. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞ്, അവർ വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് എന്ന് വെച്ചാൽ, നാനാമോഹം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു. അത് കിട്ടും, ഇത് കിട്ടും. ഓരോ വീടുകൾക്കകത്ത് കയറി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? ദാ വരുന്നു, അനുഗ്രഹം വരുന്നു, നിനക്കൊരു വീട് കിട്ടും, നിനക്ക് ജോലി കിട്ടും, നിന്റെ മക്കൾ UK പോകും. മോഹം മോഹിപ്പിക്കും. നീ പ്രാർത്ഥിക്കുക, ആ വസ്തു നിനക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്, അതാണ്ട് ആ മൂലയിൽ ഇന്നതിരിക്കുന്നു. ഉണ്ടാകാം. പ്രവാചകന്മാരെ ഞാൻ തിരസ്കരിക്കുകയല്ല, ദൈവത്തിന്റെ ദൂതുകളെ തിരസ്കരിക്കുകയല്ല. പക്ഷേ ഈ ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ രഹസ്യമായി ഭവനങ്ങൾക്കകത്ത് നൂണ് കയറുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് നൂണ് കയറി, സഭയ്ക്കകത്ത് നൂണ് കയറി എന്ത് ചെയ്യുന്നു? ഇവർ ചെയ്യുന്നത് നാനാ മോഹങ്ങൾ അവർ വിതരണം ചെയ്യുകയാണ്. വചനം എടുത്തു വെച്ച് നാനാമോഹങ്ങൾ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സഭകളിൽ നാനാമോഹങ്ങൾ പ്രസംഗിക്കുന്നവരെ സൂക്ഷിക്കണം. അവർ ഭക്തിയുടെ വേഷം ധരിച്ചവരാണ്. നാനാമോഹങ്ങളല്ല പ്രസംഗിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം, മായമില്ലാത്ത വചനമാണ് ജനത്തിന് കൊടുക്കേണ്ടത്. ആ കൊടുക്കുന്ന വചനത്തിൽ മാത്രമേ അവർക്ക് ആത്മീയ ആരോഗ്യമുണ്ടാകുകയുള്ളൂ. ഇത് ജഡത്തെ സുഖിപ്പിക്കുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തെ ആനന്ദിപ്പിക്കുന്ന മോഹങ്ങൾ അവർക്ക് വിതരണം ചെയ്യുകയാണ്. ഹവ്വയെ പാമ്പ് എങ്ങനെയാ പറ്റിച്ചത്? നിങ്ങൾ ജീവിക്കും, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. അവൻ ഗ്യാരണ്ടി കൊടുക്കുക. മോഹം. 2, നിങ്ങളുടെ കണ്ണ് തുറക്കും. മോഹം. 3, നിങ്ങൾ ദൈവത്തെ പോലെയാകും. കണ്ടോ ഓഫറുകൾ? ഇതല്ലേ നമ്മുടെ സഭകളിൽ ഇത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം എന്താ? ഭക്തിയുടെ വേഷമായി പോയാൽ ഇങ്ങനെ നടക്കും. കാരണം അവിടെ ശക്തിയില്ല. ഏത് ശക്തിയില്ല? ദൈവവചനത്തിന്റെ ശക്തിയില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല. ആ വ്യക്തിയുടെ അകത്ത് അതില്ലാതെ ഒരു ഭക്തനെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇത് ഇനി നോക്കിടം, നാനാമോഹങ്ങൾ അവർ വിതരണം ചെയ്യുകയാണ്. ചെയ്ത ശേഷം അവർ ചെയ്യുന്നത് എന്താണ്? എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന് പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ത്രീകൾ ബലഹീന പാത്രമാണ്. ഇവിടെ സ്ത്രീകളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഇത് രണ്ടും 2 വേടാണ് കേട്ടോ. സ്തോത്രം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും 2 വാക്ക് പറഞ്ഞാട്ടെ.
ഒന്നിനും തിരിച്ചറിവില്ലാത്ത, എന്നുവെച്ചാൽ ആത്മീയത്തിൽ ബുദ്ധിയില്ലാത്ത, വചനം കേൾക്കും, ആരാധിക്കും, ഭയങ്കര നിലവിളിയ, ഭയങ്കര ആത്മീയത നടിക്കുന്നവരാ, ഭയങ്കര വിശുദ്ധരെന്ന് നടിക്കുന്നവരാ. പക്ഷേ എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങൾ. ഇവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനമില്ല. കാരണം എന്തെന്നറിയണ്ടേ? ഇവർ നാനാ മോഹങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തിരുവല്ലയിൽ ഒരു ക്രൂസൈഡ് നടക്കുന്നു, ഇന്ന ആള് വരുന്നു, ഓടിപ്പോകുക. എന്തിനാ പോണത്? ജീവിതത്തിൽ പാപം ദൈവമേ വെളിപ്പെടുത്തണം, എൻ്റെ പാപം കഴുകണം, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി വെളിപ്പെടുത്തണം എന്നല്ല. ഇന്ന ബ്രദർ തലയിൽ കരം വെച്ച, ഇന്ന പാസ്റ്റർ തലയിൽ കരം വെച്ച, ഇന്ന റവറന്റെ തലയിൽ കരം വെച്ച എന്തോ എൻ്റെ വീട്ടിൽ വരും, അതിനുവേണ്ടിയാ ഓടുന്നത് എന്ന് വെച്ചാൽ പരിജ്ഞാനമില്ലാത്ത പെണ്ണുങ്ങൾ. സ്തോത്രം. ആന്റിമാരെ, അങ്ങനെ എല്ലായിടത്തും ഓടരുത് കേട്ടോ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആത്മീയ ഇടയനുണ്ട്. ആത്മീയ ഇടയന്റെ കയ്യിൽ നിങ്ങൾക്കുള്ളതെല്ലാം തന്നിട്ടുണ്ട്. ആത്മീയ ഇടയൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതൽ തന്നെയാണ്. അതേ ഒന്ന് സ്തോത്രം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വിടുതൽ തന്നെയാണ്. പക്ഷേ ആത്മീയ ഇടയനായിരിക്കണം. സ്തോത്രം. ഇത് നിങ്ങൾ തിരുവല്ല കണ്ടാൽ അവിടെ ഓടും, ട്രിവാൻഡ്രത്ത് കണ്ടാൽ അവിടെ ഓടും, ഇനി കോഴിക്കോട് ഒരാളുണ്ടെങ്കിൽ അവിടെ ഓടും, ബാംഗ്ലൂരിൽ ഇനി ഒരാളുണ്ടെങ്കിൽ അവിടെ ഓടും. പ്രിയമുള്ളവരെ, കാരണം പരിജ്ഞാനമില്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ദൈവമാണ് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു പരിജ്ഞാനമില്ല. ഈ നാനാമോഹങ്ങൾ, ഹവ്വയെ പോലെ ആരെങ്കിലും അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഓടുന്നു, ഇത് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇത് ഓടുന്നു, ഇന്നയാൾ ഇന്ന വിടുതൽ തരുമെന്ന് പറഞ്ഞാൽ അവിടെ ഓടും. പ്രിയമുള്ളവരെ, ഇത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ ചതിയിലകപ്പെടും. ഇങ്ങനെ ചെയ്യുന്ന ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ച് കളഞ്ഞവരാണ് പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്നത്. സ്തോത്രം. ആ പെണ്ണുങ്ങളെ സ്വാധീനിച്ച് വീടുകളിൽ നുഴഞ്ഞു കയറി, അതുപോലെ തന്നെ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകും. സ്തോത്രം. അപ്പോൾ ഭക്തി മാത്രം പോരാ, ഭക്തിക്കകത്തുള്ളൊരു ശക്തിയുണ്ട്. ഭക്തിയുടെ വേഷം നമ്മൾ മാറ്റണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ദൈവദാസനെ, ഞാനൊരു ആത്മീയൻ എന്നുള്ള വേഷമാണോ, ആ ഭക്തിയുടെ വേഷമാണോ ധരിക്കുന്നത്? ഞാനൊരു പെന്തക്കോസ്തുകാരൻ, ഞാനൊരു ബർത്തോമക്കാരൻ, ഞാനൊരു ഇവാഞ്ചലിസ്റ്റുകാരൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, അഭിമാനിക്കുന്നവർ. പക്ഷേ ദൈവാത്മാവ് ചോദിക്കുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കരുത്. സ്തോത്രം. നമുക്കാവശ്യം ഭക്തി വേണം, അതിനകത്തുള്ള ആത്മശക്തി ഉണ്ടാകണം. സ്തോത്രം. അഭിനയം മാത്രമാണ് ഇന്ന് ആത്മീയ ലോകത്തുള്ളത്. സ്തോത്രം. 100 പേരെ എടുക്കും, അത് 99.5% അഭിനയങ്ങൾ മാത്രമാണ്. ജീവിതമില്ലാത്ത ആത്മീയ ജീവിതം ദൈവത്തിന് ആവശ്യമില്ല, അവരെ ദൈവത്തിന് വേണ്ട. എന്നാൽ പൗലോസ് തൻ്റെ നിജപുത്രനായ തീമോഥെയോസിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. മക്കളെ, അവരെ വിട്ടുകൊഴിയണം, നിന്റെ കൂടെ ചേർക്കരുത്. സ്തോത്രം. നിന്റെ കൂടെ ഇരുത്തരുത്, നീ അവരുടെ കൂടെ പോകരുത്. അവരുടെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് ഈ ദൂത് കൈമാറുകയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് വീട്ടിനകത്ത് നുഴഞ്ഞു കയറി വീട്ടിലെ നന്മയെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയ കൊള്ളക്കാരന്മാർ ഒത്തിരി ഉണ്ട്. അതും സ്ത്രീകളെ സ്വാധീനിക്കുന്നു. ഒരു പുരുഷനോട് തുറന്നു പറയില്ല. ഏതെങ്കിലും വീട്ടിൽ കയറിയ സ്ത്രീകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പാപം സ്ത്രീകളുടെ ഒരു പ്രത്യേകത, അവർ മനസ്സലിവുള്ളവരാ. ഒന്ന് കരഞ്ഞു കാണിച്ചാൽ, 2 അന്യഭാഷ പറഞ്ഞ് 2 പ്രവചനം കണ്ടു കഴിഞ്ഞാൽ അവിടെ വീഴുന്നവരാ. അതാ നമ്മുടെ ആത്മീയ ലോകത്തിൽ പറ്റിയൊരു കാര്യം. ഭക്തിയുടെ വേഷം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തി മാത്രം പോരാ, ദൈവിക ശക്തിയും കൂടെ വേണം. ആ ദൈവിക ശക്തിയുടെ മുമ്പിൽ വരുന്നവനെ തിരിച്ചറിയാനുള്ള ദൈവകൃപയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ ഭക്തി നടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ബൈബിളും കൊണ്ടുപോകുന്നു, ഒരു സാക്ഷിയൊക്കെ പറയുന്നുണ്ട്,
പക്ഷെ അടുത്ത 6 ദിവസത്തെ ജീവിതം എങ്ങനെയിരിക്കുന്നു? ഒന്നൊന്ന് വിചിന്തനം ചെയ്യണം. യേശു പറഞ്ഞതുപോലെ, അപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. അവർ പറയും കഷ്ടം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിനയങ്ങൾ മാറ്റാം. ആത്മീയ അഭിനയങ്ങൾ മാറ്റി ഭക്തിയുടെ വേഷം ധരിക്കുന്ന അനുഭവങ്ങൾ മാറ്റാം. ഭക്തിക്കൊരു വേഷമുണ്ട്, അതിനൊരു ശക്തിയുണ്ട്. പക്ഷേ ഈ വേഷം കെട്ടുന്നത്, ആത്മീയ വേഷം കെട്ടുന്നത്, ഭക്തിയുടെ വേഷം കെട്ടുന്നത്, ദേവദാസന്മാരെ നമുക്കൊന്ന് നിർത്താം. ഇനിയെങ്കിലും ഈ അന്ത്യകാലം എത്തിയിരിക്കുന്ന സമയത്ത് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ യേശു വരുവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് വളരെ വ്യക്തമായി തീമോഥെയോസിന് കൊടുത്തതുപോലെ നമ്മളോട് സംസാരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ഭക്തി വിട്ട് ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് വെക്കൊണ്ടിരിക്കുന്നോ, കയറി വരണം. ഇങ്ങനെ പോകരുത്. നിങ്ങൾ എത്ര നാളിനി പോകും? ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ യേശു വരും. ഇല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കും. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റിമറിക്കട്ടെ. ഏകദേശം 20ഓളം കാര്യങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 5 വരെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യണം. അതിനകത്ത് നിങ്ങൾ ഏതിലെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുക. പള്ളിയിൽ പോകുന്നു, ദശാംശം കൊടുക്കുന്നു, സ്തോത്രം കാഴ്ചയിടുന്നു, കൺവെൻഷന് സഹായിക്കുന്നു, പള്ളി വയ്ക്കാൻ സഹായിക്കുന്നു, ആരാധനകളുടെ മുമ്പിൽ ചെന്നിരിക്കുന്നു. ഇതെല്ലാം ഭക്തിയുടെ വേഷമാകരുത്. ഭക്തി, യഥാർത്ഥ ഭക്തിയോടുകൂടെ, അതിൻ്റെ ശക്തിയോടുകൂടെ കർത്താവിന് നിൽപ്പാൻ, കർത്താവിൻ്റെ രാജ്യത്തിനുവേണ്ടി ഒരുങ്ങുവാൻ ഈ ദൈവാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നു. നാളുകളായി, വർഷങ്ങളായി മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവർ കാണാൻ ഭയങ്കരമായ ആത്മീയത നടിക്കുന്നു. പക്ഷേ കർത്താവെ, കിണ്ടിക്കിണ്ണങ്ങളുടെ അകം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് മടങ്ങി കയറി വരണമെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഇത് അന്ത്യകാലഘട്ടമാണ്. ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, കയറി വരണം. വൃത്തിയാക്കേണ്ട മേഖലകൾ വൃത്തിയാക്കണം. ഭക്തിയുടെ വേഷത്തെ അല്ല കെട്ടേണ്ടത്. നമുക്കറിയാം, ക്രിസ്മസിന് കരോളിൻ്റെ അന്ന് ക്രിസ്മസ് പാപ്പായുടെ വേഷം കെട്ടി നടക്കുന്നുണ്ട്. നമ്മൾ എത്ര നാൾ വേഷം കെട്ടി നടക്കും? നമ്മളുടെ ഒരു ദിവസം ഭക്തിയുടെ വേഷം നമ്മുടെ അടുക്കുന്ന് പോകേണ്ടി വരും. നമുക്ക് വേഷമല്ല വേണ്ടത്. യഥാർത്ഥമായ ഭക്തിക്ക് ഒരു വേഷമുണ്ട്. ആ വേഷം ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വേഷം എന്താണ്? വിശുദ്ധി. അതിൻ്റെ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. ഇതുവരെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഈ പറഞ്ഞ വിഷയത്തിൽ എവിടെയെങ്കിലും എനിക്ക് നിങ്ങളുടെയും ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, ഈ മക്കളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, നാളുകളായി ഇതുപോലെ ദൂതുകൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആ സെക്കൻഡിൽ നിങ്ങളോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അടുത്ത സെക്കൻഡിൽ നിങ്ങളത് മറന്നു പോകുന്നു. ദൈവാത്മാവ് പറയുന്നു, ചിലപ്പോൾ ഇത് അവസാനത്തെ വാണിംഗ് ആയിരിക്കാം. കയറി വരണമെന്ന് ദൈവാത്മാവ് ഈ സന്ദേശത്തിൽ കൂടി ആലോചന പറയുകയാണ്. മടങ്ങി കയറി വരിക. പ്രിയ സഹോദര, പലരുടെ മുമ്പിൽ ഭക്തി നടിച്ച് നടക്കുകയാണ്. സഭയുടെ മുമ്പിൽ ഭക്തൻ എന്ന് പറഞ്ഞ് നടിക്കുകയാണ്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുഖം മൂടിയേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന നാളുകളിൽ ദൈവം അതിനെ കീറാൻ പോവുകയാണ്. ആ കീറുന്നതിന് മുമ്പ് ഈ സന്ദേശം നീ കേട്ടുകൊണ്ടിരിക്കുന്നു. നീ മടങ്ങി കയറി വരണമെന്ന് ദൈവാത്മാവ് ഈ സമയത്ത് ആലോചന പറയുന്നു. മടങ്ങി കയറി വരിക. യേശുവിൻ്റെ നാമത്തിൽ
മടങ്ങി വരുവാൻ ആത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്. ഹല്ലേലൂയ. പലരുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ മുഖം, വിശുദ്ധിയുടെ മുഖത്തിൽ നടക്കുകയാണ്. സഹോദരി, ദൈവാത്മാവ് ഈ സന്ദേശം നിന്നോട് പറയുന്നു. നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് നീ ചെയ്യുന്ന പാപം ആര് കാണുന്നില്ലെന്ന് ചിന്തിക്കുക. നിന്നെ പോലുള്ളവനെന്ന് നീ ഗ്രഹിക്കരുത് ദൈവത്തെ. ഒരു ദിവസമെല്ലാം നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവൻ നിരത്താൻ പോകുകയാണ്. അതിനു മുമ്പ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ മടങ്ങിക്കേറി വരിക. നിന്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ നീ വിശുദ്ധിയുള്ളവളെന്ന് നീ നടിക്കുകയാണ്. നീ ഭക്തിയുള്ളവളം നടിക്കുകയാണ്. നിന്റെ പാട്ട്, പ്രാർത്ഥനകൾ മറ്റുള്ളവരെ അതിൻ്റെ ഒരു മറയാക്കി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, അത് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഈ സന്ദേശം ഒരുപക്ഷെ തന്നത് നിന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, നിന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ്. കർത്താവിന് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കയറി വരുവാൻ ആത്മാവ് ആലോചന പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനാ സമയത്ത് ചിലരോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടട്ടെ. ചില വേഷവിധാനങ്ങൾ വിട്ടുമാറട്ടെ. ഭക്തിയുടെ വേഷം ധരിക്കുന്ന മാറട്ടെ. ഭക്തിയുടെ വേഷം നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല, സ്വർഗം തന്നേ പറ്റൂ. ആ തരുന്നതിന് വേണ്ടി കരയാൻ ദൈവദാസനെ ഇല്ലാത്ത കൃപ പറഞ്ഞ് നടക്കരുത്. ഇല്ലാത്ത ആലോചന പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ, ദൈവപ്രവൃത്തി ഈ സമയത്ത് നിന്റെ ജനത്തിന്റെ മേൽ അയക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. തിരുസാന്നിധ്യം കൂടിയിരിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുഖം മൂടിയൊക്കെ മാറും. നമുക്കൊരു അവസരം, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് കരോളിന് പാപ്പയുടെ വേഷം ധരിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ചാടുന്നു, ഓടുന്നു. എത്ര മണിക്കൂർ? ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അവൻ്റെ യഥാർത്ഥ മുഖം എല്ലാവരും കാണും. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് വർഷങ്ങൾ കൊണ്ട് സഭയെ പറ്റിക്കുന്നു, പ്രസ്ഥാനത്തെ പറ്റിക്കുന്നു, ഭാര്യയെ പറ്റിക്കുന്നു, ഭർത്താവിനെ പറ്റിക്കുന്നു, മക്കളെ പറ്റിക്കുന്നു. ഇനി ദൈവം വിടത്തില്ല. ഇത് അന്ത്യനാളാണ്. കയറി വരിക എന്ന വാക്കുകൾ നിർത്തുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഇത് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട. ഈ ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ രാജ്യം പണിയാൻ ഒരു വ്യക്തിയെങ്കിലും ഈ സന്ദേശത്തിൽ കൂടെ നിത്യതയിലോട്ട് അടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.